Dear students, welcome to the YouTube channel A Bee's Nest. In today's video class, we will study about self-induction. Before going into self-induction, let us brush up our memory about electromagnetic induction and mutual induction. These are the phenomena we have studied in the previous topics of this chapter itself. Electromagnetic induction എന്താണെന്ന് മനസ്സിലാക്കാം. You may remember the experiment using coil, magnet and galvanometer. The galvanometer deflects only when the magnetic flux linked with the coil changes. നമ്മൾ മാഗ്നറ്റ് ചലിപ്പിക്കുമ്പോഴോ കോയിൽ ചലിപ്പിക്കുമ്പോഴോ കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് വ്യത്യാസമുണ്ടാകുമ്പോൾ മാത്രമാണ് കോയിലിൽ EMF ഉണ്ടാകുന്നത്. That is, whenever there is a change in magnetic flux linked with the coil, an EMF is inducing in the coil. This phenomenon is electromagnetic induction. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ കോയിൽ നിശ്ചലമാക്കി വെച്ചിട്ട് മാഗ്നറ്റ് നിശ്ചലമാക്കി വെച്ചിട്ട് കോയിലോ ചലിപ്പിക്കണം. അപ്പോൾ കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിൽ വ്യത്യാസമുണ്ടാകുകയും കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജനറേറ്റർ ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ജനറേറ്ററിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനാവശ്യമായ കോയിൽ, മാഗ്നറ്റ് ഇവയിലേതെങ്കിലും റൊട്ടേറ്റ് ചെയ്യുന്നതിനാവശ്യമായ ക്രമീകരണവും ഉണ്ടെന്ന് നാം മനസ്സിലാക്കിയല്ലോ. അടുത്തതായി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ അടുത്തായിരിക്കുന്ന രണ്ട് കോയിലുകളിൽ ഒരു കോയിലിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ മാറുമ്പോൾ അതിനു ചുറ്റും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുകയും ഇപ്രകാരമുണ്ടാകുന്ന ചേഞ്ചിങ് ഫ്ലക്സിലിരിക്കുന്ന മറ്റൊരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നറിയപ്പെടുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ two coils of wires kept side by side. When the strength and direction of current in one coil changes, the magnetic flux around it also changes. As a result, an EMF is inducing in the secondary coil. This phenomenon is mutual induction. Working principle of a transformer is mutual induction. ട്രാൻസ്ഫോമറിലുള്ള പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ എന്നീ രണ്ട് കോയിലുകൾ പഠിച്ചത് ഓർക്കുമല്ലോ. പ്രൈമറി കോയിലിൽ നിന്നും സെക്കൻഡറി കോയിലിലേക്ക് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ നാം കോയിലോ മാഗ്നറ്റോ ചലിപ്പിച്ച് ഒരു ഫ്ലക്സ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുകയും ഈ ഫ്ലക്സ് ചേഞ്ച് കോയിലിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയുമാണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഫോർ മ്യൂച്വൽ ഇൻഡക്ഷൻ there should be a changing current or alternating current in the primary coil and that will create a flux change around the coil and induce an EMF to the secondary. മ്യൂച്വൽ ഇൻഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഫ്ലക്സ് ചേഞ്ച് നമ്മൾ കോയിലോ മാഗ്നറ്റോ ചലിപ്പിച്ചിട്ടൊന്നും അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെയോ പ്രൈമറിയിൽ ഉണ്ടാകുന്ന കറണ്ട് ഒരു ചേഞ്ചിങ് കറണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൈമറിക്ക് ചുറ്റും ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ചിലാണ് സെക്കൻഡറി ഇരിക്കുന്നത്. അപ്പോൾ സെക്കൻഡറിയിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ വിശദമായി മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷനും ഒരു രീതിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. കാരണം മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കണമെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കണമെങ്കിലും എന്ത് വേണം? എവിടെയാണോ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടേണ്ടത് ആ കോയിലിന് ചുറ്റും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിക്കാം. For studying about self-induction, let us examine two diagrams. The figure 311 in the textbook. In diagram A, the solenoid is connected to 6 volt DC, and in diagram B, the solenoid is connected to 6 volt AC. Based on these diagrams, some questions are given in textbook. Let us answer the first question. In which circuit is a magnetic field developed around a solenoid?
In circuit A, there is flow of DC through the coil, and the circuit B, there is flow of AC through the coil. In both the circuit, there is current through the coil. Magnetic field is produced around the coil A and B. രണ്ട് കോയിലിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. എ സി ആണെങ്കിലും ഡി സി ആണെങ്കിലും കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. സോ ദ സോളിനോയിഡ് ഇൻ സർക്യൂട്ട് എ ആൻഡ് ബി പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. The second question, which circuit is a varying magnetic field developed around the solenoid? രണ്ട് സർക്യൂട്ടിലും കോയിലിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. Let us examine the behavior of magnetic field developed in both the coils. In circuit A, direct current is flowing through the coil and the magnetic field produced is a constant one and not varying. But the magnetic field developed around the solenoid in diagram B is a varying magnetic field as varying current or alternating current flowing through the coil. അതായത് ഒന്നാമത്തെ കോയിലിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വ്യതിയാനമുണ്ടാകാത്തതും സ്ഥിരമായുള്ളതുമായിരിക്കും. കാരണം വ്യതിയാനമുണ്ടാകാത്ത ഡി സി ആണ് അതിലൂടെ പ്രവഹിക്കുന്നത്. എന്നാൽ സർക്യൂട്ട് ബിയിലെ സോളിനോയിഡിലൂടെ പ്രവഹിക്കുന്നത് എ സി ആയതിനാൽ ഈ സോളിനോയിഡിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വ്യതിയാനപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതായത് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും സർക്യൂട്ട് ബിയിലെ സോളിനോയിഡിന് ചുറ്റുമുണ്ടാകുന്നത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്നും സർക്യൂട്ട് ബിയിലെ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ബി. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇഫ് സോ, ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് എ കണ്ടിന്യൂസ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ്? ഏത് സർക്യൂട്ടിലാണ്, സർക്യൂട്ട് എയിലാണോ സർക്യൂട്ട് ബിയിലാണോ കണ്ടിന്യൂസ് ആയിട്ട് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. When we were studying about electromagnetic induction and mutual induction, we have understood that a flux change produces EMF in the coil. In circuit A and B, there is flux around coils. But we studied that the magnetic field around the coil in circuit B is a varying one. A varying magnetic field always produces EMF in the coil. So, in the circuit B, there is a continuous EMF in the circuit. എ ബി എന്നീ സർക്യൂട്ടുകളിൽ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലാക്കിയതിൽ നിന്നും സർക്യൂട്ട് ബിയിലെ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് മനസ്സിലായല്ലോ. വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാൽ സർക്യൂട്ട് ബിയിലെ സോളിനോയിഡിന് ചുറ്റുമാണ് കണ്ടിന്യൂസ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സെൽഫ് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷനായി. അതായത് വെൻ എ സി പാസസ് ത്രൂ എ സോളിനോയിഡ് എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ജനറേറ്റഡ് അറൗണ്ട് ഇറ്റ്. ഡ്യൂ ടു ദിസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ജനറേറ്റഡ് ഇൻസൈഡ് ദ സോളിനോയിഡ്. ദിസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് അപ്ലൈഡ് ഇൻ ദ കോയിൽ. ഹെൻസ് ദിസ് ഈസ് ബാക്ക് ഇ എം എഫ്. This back EMF reduces effective voltage in the circuit. കുട്ടികളെ ഈ ഭാഗമൊന്ന് നന്നായി മനസ്സിലാക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചപ്പോൾ കോയിലോ മാഗ്നറ്റോ മൂവ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫ്ലക്സ് ചേഞ്ച് സൃഷ്ടിക്കുകയും ആ ഫ്ലക്സ് ചേഞ്ച് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അതായിരുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനിലോ ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തു. ആ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തത് മൂലം ആ കോയിലിന് ചുറ്റും ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി. ആ ഫ്ലക്സ് ചേഞ്ച് ഉള്ള സ്ഥലത്താണ് അടുത്ത കോയിൽ ഇരുന്നത്. അപ്പോൾ അടുത്ത കോയിലിലേക്ക് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. ഇതിൽ നിന്നുമെല്ലാം ഫ്ലക്സ് ചേഞ്ച് എവിടെ ഉണ്ടാകുന്നോ അവിടെയെല്ലാം ഇ എം എഫ് ഉണ്ടാകുന്നു എന്ന് വ്യക്തമായല്ലോ. ഇനി നമ്മൾ സെൽഫ് ഇൻഡക്ഷനിൽ ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എ സി ആണ് എന്ന് വിചാരിക്കുക. എ സി കറണ്ട് ഒരു കോയിലിലൂടെ ഫ്ലോ ചെയ്താൽ എന്ത് സംഭവിക്കും? ആ കോയിലിന് ചുറ്റും ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകും. ആ കോയിലിന് ചുറ്റും ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അടുത്ത വേറൊരു കോയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കോയിലിലേക്കൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തേനെ. പക്ഷെ അടുത്ത് വേറെ കോയിലൊന്നുമില്ല. ഒരു കോയിലിലൂടെ എ സി ഫ്ലോ ചെയ്യുന്നു. ആ കോയിലിന് ചുറ്റും ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നു. ഈ ഫ്ലക്സ് ചേഞ്ച് എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ആ എ സി പ്രവഹിക്കുന്ന കോയിലിലേക്ക് തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫിനൊരു പ്രത്യേകതയുണ്ട്.
This induced EMF is in a direction opposite to that of applied EMF. അതായത് ഇങ്ങനെ ഉണ്ടാകുന്ന ഇ എം എഫിൻ്റെ ഡയറക്ഷൻ അപ്ലൈഡ് ഇ എം എഫിനെ ഒപ്പോസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും. ഹെൻസ് ദിസ് ഈസ് കോൾഡ് ബാക്ക് ഇ എം എഫ്. അപ്പോൾ ഒരു കോയിലിലൂടെ എ സി ഫ്ലോ ചെയ്യുന്നത് മൂലം ആ കോയിലിലേക്ക് തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫിൻ്റെ ഡയറക്ഷൻ ആ കോയിലിൽ അപ്ലൈ ചെയ്യുന്ന ഇ എം എഫിനെ എതിർക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ബാക്ക് ഇ എം എഫ് എന്ന് വിളിക്കുന്നു. ദിസ് ബാക്ക് ഇ എം എഫ് റെഡ്യൂസസ് ദ എഫക്റ്റീവ് വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട്. ഈ ബാക്ക് ഇ എം എഫ് എന്ത് ചെയ്യുന്നു? സർക്യൂട്ടിലെ എഫക്റ്റീവ് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ബാക്ക് ഇ എം എഫ് ഉണ്ടാകുന്ന ആ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. സോ വി ക്യാൻ കൺക്ലൂഡ് ദിസ് ഇൻടു എ ഡെഫിനിഷൻ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. The change in magnetic flux due to the flow of an AC in a solenoid will generate back EMF in the same solenoid in a direction opposite to that applied to it. This phenomenon is known as self-induction. The electronic component that works on the principle of self-induction is inductor. An inductor is an insulated copper wire wound in helical shape. The shape as shown in the figure. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഷേപ്പാണ് ഇൻഡക്ടറിൻ്റേത്. ഇൻഡക്ടറുകളെക്കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ഇൻഡക്ടർ. An inductor is an insulated copper wire wound in helical shape. Inductor is a device which works on the principle of self-induction. സെൽഫ്-ഇൻഡക്ഷനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റാണ് ഇൻഡക്ടർ. ഇനി എന്താണ് ഇൻഡക്ടേഴ്സിൻ്റെ ഉപയോഗമെന്ന് നമുക്കൊന്ന് നോക്കാം. Inductors are coils used to oppose the changes in electric current in a circuit. They are used to reduce current in a circuit to a desired value without loss of power. സെൽഫ്-ഇൻഡക്ഷൻ എന്നാൽ ഒരു കോയിലിൽ അപ്ലൈഡ് ഇ എം എഫിനെതിരായി ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്ന ഫിനോമിനൻ ആണെന്നും ബാക്ക് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ അപ്ലൈഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷന് എതിരാണെന്നും നാം മനസ്സിലാക്കിയല്ലോ. ഇതേ രീതിയിൽ സെൽഫ് ഇൻഡക്ഷൻ മൂലം അപ്ലൈഡ് ഇ എം എഫിനെയും കറണ്ടിനെയും ഡിസൈഡ് വാല്യൂവിലേക്ക് കുറയ്ക്കുവാനാണ് ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്. ഫോർ റെസിസ്റ്റിംഗ് ദ അപ്ലൈഡ് ഇ എം എഫ്, ഇൻഡക്ഷൻ ഓഫ് ബാക്ക് ഇ എം എഫ് ഈസ് നെസസറി. ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഫോർ ഇൻഡ്യൂസിംഗ് ബാക്ക് ഇ എം എഫ് can be provided only with AC. DC cannot make flux change, so inductor will work only in AC circuits. ഇൻഡക്ടർ ഉപയോഗിച്ച് ഇ എം എഫിനെ റെസിസ്റ്റ് ചെയ്യുവാൻ ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്രകാരം ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുവാൻ ആവശ്യമായ ഫ്ലക്സ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുവാൻ എ സിക്ക് മാത്രമേ കഴിയൂ. ഡി സിക്ക് ഫ്ലക്സ് ചേഞ്ച് സൃഷ്ടിക്കുന്നതിന് സാധിക്കുകയില്ല. ആയതിനാൽ ഇൻഡക്ടറുകൾ എ സി സർക്യൂട്ടിൽ മാത്രമേ പ്രവർത്തിക്കൂ. ഫോർ റെസിസ്റ്റിംഗ് ദ അപ്ലൈഡ് ഇ എം എഫ്, റെസിസ്റ്റേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ സർക്യൂട്ട്സ്. ഇൻഡക്ടർ വോൾട്ടേജ് കുറയ്ക്കുന്നത് പോലെ വോൾട്ടേജ് കുറയ്ക്കുവാൻ റെസിസ്റ്ററുകളും ഉപയോഗിക്കുന്നുണ്ട്. ലെറ്റ് us compare the working advantages and disadvantages of inductors and resistors. ചിത്രത്തിൽ കാണുന്നതാണ് ഇൻഡക്ടറുകളും റെസിസ്റ്ററുകളും. ഇൻഡക്ടേഴ്സ് ആർ കോയിൽസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. റെസിസ്റ്റേഴ്സ് ആർ റെസിസ്റ്റൻസ് വയേഴ്സ്. അവയുടെ ചിത്രം ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ നിങ്ങൾ ഇൻഡക്ടേഴ്സ്, റെസിസ്റ്റേഴ്സ് ഇവ കണ്ടിട്ടുണ്ടാകും. ലെറ്റ് us compare inductors and resistors. The first point of comparison between inductors and resistors. Inductors are coils used to oppose the changes in electric current in a circuit. They are used to reduce current in a circuit to the desired value. Resistors are resistances used in electric circuits to supply necessary potential difference by regulating current in circuits. ഇൻഡക്ടേഴ്സ്, റെസിസ്റ്റേഴ്സ് ഇവ കറണ്ട് റെഗുലേറ്റ് ചെയ്യുവാനായിട്ടാണ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് പോയിന്റ്, there is no loss of power in inductors, while in resistors there is loss of electrical energy in the form of heat energy. ഇൻഡക്ടേഴ്സ് ബാക്ക് ഇ എം എഫ് ഉപയോഗിച്ച് സെൽഫ് ഇൻഡക്ഷൻ വഴി കറണ്ട് റെഗുലേറ്റ് ചെയ്യുന്നതിനാൽ അവയിൽ പവർ ലോസ് ഇല്ല. എന്നാൽ റെസിസ്റ്ററുകളിൽ അവയുടെ റെസിസ്റ്റൻസ് ഉപയോഗിച്ച്
ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്തിട്ടാണ് കറണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. അതിനാൽ താപരൂപത്തിലുള്ള എനർജി ലോസ് റെസിസ്റ്റേഴ്സിലുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇൻഡക്ടേഴ്സ് ആർ ഓൺലി യൂസ്ഡ് ഇൻ എ സി സർക്യൂട്ട്സ്. റെസിസ്റ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബോത്ത് എ സി ആൻഡ് ഡി സി സർക്യൂട്ട്സ്. സെൽഫ് ഇൻഡക്ഷനെ അടിസ്ഥാനമാക്കിയാണല്ലോ ഇൻഡക്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. For self-induction, AC is necessary. So, inductors are only used in AC circuits. But in resistors, electrical energy is converting into heat energy using resistance of the resistors. So, it can be used in AC and DC circuits. കുട്ടികളെ, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെൽഫ് ഇൻഡക്ഷൻ എന്ന ടോപ്പിക് ഏവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെൽഫ് ഇൻഡക്ഷൻ നന്നായി പഠിക്കുക. സെൽഫ് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്ത് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഇൻഡക്ടർ. ഇൻഡക്ടറിൻ്റെ വർക്കിങ്ങും അഡ്വാൻറ്റേജസും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായി മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.